ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പോസ്റ്റർ ഡയറീസ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SMMA കുറിച്ചാണ്, അഥവാ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി. ഒരു ഉൽപ്പന്നമോ സേവനമോ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ ഉപയോഗത്തെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ പദങ്ങൾ ഇന്നും നിലവിലുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന പേരാണ് ഇന്ന് ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിനായിട്ടാണെങ്കിലും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയകളെയാണ് എന്നുള്ളതാണ്. മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ബിൽഡ് ഇൻ ഡാറ്റ അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ട്. സോ ഇത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളുടെ പുരോഗതി, വിജയം തുടങ്ങിയവ ട്രാക്ക് ചെയ്യുന്നതിന് സഹായിക്കും. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പരസ്യം നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത പരസ്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റും അവിടെ ഉണ്ട്. നമുക്കിനി ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ അതിനു മുന്നേ നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണർ അഥവാ സംരംഭകനാകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ എക്സ്പേർട്ട് ആകേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചാണ്. നമുക്ക് എന്തും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാകണം. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെയിലിലുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ കസ്റ്റമറിന്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് സെയിൽ ചെയ്യാനുള്ള കഴിവ്, അതിൽ നമ്മൾ എക്സ്പേർട്ട് ആവണം. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്. നമ്മളിപ്പോ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകും. അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. അവസാനമായിട്ട് പറയുന്നത് ലിസണിങ് സ്കില്ല്. അതായത് നമുക്ക് ഏറ്റവും എന്ത് കാര്യത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിസണിങ് സ്കില്ല്. എന്തും കേട്ടതിന് ശേഷം മാത്രം, കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ് ലൈഫിൽ മാത്രമല്ല നമ്മുടെ നോർമൽ ലൈഫിലേക്കും കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. മറ്റ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഒരു SMMA ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് ആരംഭിക്കാനായിട്ട് അധികം സമയം വേണ്ട എന്നുള്ള ഒരു കാര്യമാണ്. ഒരു കമ്പനി സ്ഥാപിക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. പിന്നീട് വേണ്ടത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ആക്സസും. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് വേണം. പിന്നീട് ഇമെയിൽ ID-യും ആൻഡ് ഓൾസോ ഫോൺ നമ്പറും. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഒരു SMMA സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പ്രതിഫലവും നമുക്ക് കിട്ടും. നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസിന് നമ്മൾ എത്ര എമൗണ്ട് ആണ് ഈടാക്കുന്നത് എന്നുള്ളതും ഇവിടെ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന സേവനം നമ്മുടെ കഴിവുകൾക്ക് അനുസരിച്ചായിരിക്കണം. ഫോർ എക്സാമ്പിൾ, പെയ്ഡ് അഡ്വർടൈസറി, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, കോണ്ടന്റ് ക്രിയേഷൻ, വെബ് ഡെവലപ്മെന്റ്, SEO, ഗ്രാഫിക്സ് ഡിസൈനിങ് തുടങ്ങിയവയിൽ നമ്മൾ പ്രഗത്ഭരാണ് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. ഏതിലാണോ നമ്മൾ കൂടുതൽ എക്സ്പേർട്ട് ആൻഡ് കംഫർട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നമ്മുടെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് ആണ് നമ്മൾ പ്രതിഫലമായിട്ട് വാങ്ങിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓപ്ഷനാണ്. ആ തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും, രണ്ടാമതായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന കോമ്പറ്റീഷൻസും. എന്ന് വെച്ച് നമ്മൾ കൂടുതൽ തുക ഈടാക്കണമെന്നല്ല. കൂടുതൽ തുക ഈടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ടാർഗറ്റ് ഫിക്സ് ചെയ്തനുസരിച്ചുള്ള കസ്റ്റമേഴ്സിനെ കിട്ടില്ല. എന്ന് വെച്ച് കുറഞ്ഞ ഒരു എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ വിചാരിക്കും നമ്മുടെ സർവീസ് അത്ര പോരായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇയാൾ ഇത്ര കുറഞ്ഞ എമൗണ്ട് വെച്ചേക്കുന്നത് എന്നുള്ളത്. So just find the price that you will be able to stand by to defeat no matter what. ചുരുക്കി പറഞ്ഞ നമ്മുടെ കഴിവിന്റെയും എഫേർട്ടിന്റെയും വിലയാണ് നമ്മൾ അവിടെ പറയേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചില ഗുണങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിലൊക്കെ നമുക്ക് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടും. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ആരാണെന്നും നമ്മുടെ ടാർഗറ്റ് എന്താണെന്നും അവരെവിടെയാണ് എന്നുള്ളതുമാണ്. അത് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ കഴിവിൽ നിന്നുമാണ്. എന്താണോ നമ്മുടെ കഴിവ്, ആ കഴിവ് ആവശ്യമുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിന് വേണം നമ്മൾ ടാർഗറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ കസ്റ്റമറിന് വേണ്ട റിസൾട്ട് നമ്മുടെ ഒരു വർക്കിലൂടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെ നമുക്ക് ചെറിയ കമ്പനികളുടെ ഒരു കോൺട്രാക്റ്റിൽ നിന്നും വലിയ കമ്പനികളുടെ കോൺട്രാക്റ്റിലേക്ക് മാറാനായിട്ട് സാധിക്കും.
സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മീറ്റിംഗ് വരും. അതായത് നമ്മുടെ ക്ലയന്റ്, നമ്മുടെ കസ്റ്റമർ ആരാണോ അവരുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് വരും. ഈ മീറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ മീറ്റിംഗിൽ നമ്മുടെ ക്ലയന്റിന് നമ്മൾ പറയുന്ന കാര്യം നല്ല രീതിയിൽ മനസ്സിലാകണം. അതിന് നമുക്ക് നല്ലൊരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവണം. നമ്മുടെ പ്രസന്റേഷന് ശേഷം അവര് യെസ് എന്ന് പറയണം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കില്ലായിരിക്കണം നമ്മൾ അവിടെ കാഴ്ചവെക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. കമ്പനിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് ടൈമിൽ നമ്മുടെ പ്രസന്റേഷൻ സ്കില്ല് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോകുകയാണെങ്കിൽ പോലും ഇതൊരു നല്ല കാര്യമാണ്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന കമ്പനിയെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിൽ നമുക്ക് അവരെന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മീറ്റിംഗിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ബിസിനസിനെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കുക. അതിനുശേഷം പ്രൊഡക്റ്റിനെ കുറിച്ച്, ഏത് തരത്തിലുള്ള സർവീസാണ് അവർക്ക് ആവശ്യമെന്നും ഏത് തരത്തിലുള്ള സർവീസിലൂടെയാണ് സാധനം വിറ്റുപോകുന്നതെന്നും ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നും ഈ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ ഏത് രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് കൊണ്ടുപോകുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രധാനമായും പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ മീറ്റിങ്ങിന് പോയിരിക്കുന്ന കമ്പനി ഏത് രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ് ഫേസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മൾ ആ മീറ്റിംഗിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ മീറ്റിംഗ് സെറ്റ് ചെയ്തേക്കുന്ന കമ്പനിയിലുള്ള ആളുകളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുക. ആ റേസിൽ എങ്ങനെ നമ്മുടെ കമ്പനിയെ മുൻപിൽ എത്തിക്കാം എന്നുള്ള കാര്യവും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ നമ്മുടെ കാര്യത്തിൽ ഇംപ്രസ്ഡ് ആകും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതിലൂടെ നമ്മുടെ കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലായി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവരൊരു എസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ പേയ്മെന്റ് ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച്, റെഗുലേഷൻസിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അവബോധം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ്, നമ്മൾക്ക് ഒരു നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒത്തിരി സോഫ്റ്റ്വെയർസ് ഇന്നും അവൈലബിൾ ആണ്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ SMMA കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും നമ്മൾ SMMA സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.